ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാറാണ്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ 3 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഞെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇതൊന്ന് കൊത്തി അരിഞ്ഞെടുക്കണം. അപ്പോൾ ചെത്തിയിട്ട് അങ്ങനെ നുറുക്കിയെടുക്കുകയല്ല ഞാൻ ചെയ്യുന്നത്, ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ മാങ്ങാച്ചാറ് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ മുഴുവനും 3 മാങ്ങയും ഞാൻ ഇതുപോലെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് ചെറുതാക്കി ഒന്ന് പിച്ച് ചെയ്ത് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നുറുക്കിയിട്ടിടുക. ഞാനതൊന്നും ചേർക്കുന്നില്ല. സിമ്പിളായിട്ടാണ്, ഈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അച്ചാർ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇനി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അതൊന്ന് മൂത്തതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി അതൊന്ന് മൂത്തിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. മുളകൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ സിമ്മിലിട്ട് വേണം നമ്മൾ കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇടുമ്പോൾ കുറച്ച് അധികം ഇട്ട് കൊടുക്കുക. മുന്നിട്ട് നിൽക്കണം, എന്നാലുള്ള മാങ്ങയിലേക്ക് ഉപ്പ് പിടിക്കുള്ളൂ. അതൊന്ന് പാകമായി വരുമ്പോൾ അപ്പോൾ കുറച്ചധികം ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ അച്ചാറൊക്കെ നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ കുറേ നാൾ കേട് കൂടാതിരിക്കും. അപ്പോൾ ഇത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിപ്പോൾ അരിഞ്ഞെടുക്കുന്നതിനേക്കാട്ടിലും വേഗത്തിലാണ് കൊത്തി അരിയുന്നത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അച്ചാറുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം വെച്ചിരുന്നു. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിപ്പോൾ അച്ചാർ കുപ്പിയിലാക്കി വെക്കുമ്പോൾ മുകളിൽ എണ്ണ തെളിഞ്ഞ് നിൽക്കണം. അങ്ങനെ ആകുമ്പോൾ പൂപ്പലൊന്നും വരില്ല. കുറേ നാളത്തേക്ക് അങ്ങനെ തന്നെ നിൽക്കും.
അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഓക്കെ.